Hello, welcome to my channel Homemade. ഹലോ. ചെമ്മീൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ചെമ്മീൻ ഇഷ്ടമാണ്. എങ്ങനെയൊക്കെ നമ്മൾ ചെമ്മീൻ വെച്ചാലും അതിന് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. വെറുതെ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് എല്ലാവർക്കും ഒക്കെ ചെയ്യാൻ അറിയാമായിരിക്കും. അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം ചൂടാക്കാൻ വയ്ക്കാം. ഇതിനകത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് എണ്ണയിൽ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് 1 പിടി തേങ്ങാക്കൊത്ത്, ഞാനിവിടെ കനം കുറച്ച് അല്പം നീളത്തിൽ അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്താണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു 2 സവോള നീളത്തിലരിഞ്ഞത്, 3-4 പച്ചമുളക്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വാടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇത് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴന്നു വരണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും കൂടെ ഇതിനോടൊപ്പം തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പൊ തക്കാളി ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കണം. ആ പൊടിയുടെ പച്ചമണം എല്ലാം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് നോക്കിയിട്ട് പോരാത്തത് പതുക്കെ ചേർത്താൽ മതി. ഞാൻ ഇതിനകത്ത് തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ വെള്ളമാണ് എല്ലാം ഒന്ന് തമ്മിൽ പിടിക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അളവ് നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 300 ഗ്രാമോളം ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുവിധം വലിയ ചെമ്മീനാണ്. അതിൻ്റെ തലയുടെ തൊണ്ട് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. തലയുടെ ഉള്ളിലുള്ള പോർഷനും കൂടെ അവിടെ കുറച്ചുണ്ട്. കാലും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയ ചെമ്മീനാണ്. തലയുടെ കുറച്ച് പോർഷൻ കൂടെ ഉള്ളത് കൊണ്ട് ഒത്തിരി റഫായിട്ട് ഇളക്കി കൊടുക്കരുത്, ചെമ്മീൻ പൊടിഞ്ഞു പോവും. ചെറുതായിട്ടൊന്ന് സാവധാനം ഇളക്കി കൊടുക്കുക. ചെമ്മീനിലേക്കെല്ലാം പിടിക്കണ്ടേ, അപ്പോൾ എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മൊത്തത്തിൽ 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെമ്മീനിൽ നിന്നും കുറച്ച് വെള്ളം വരും. അതുകൊണ്ട് ഒത്തിരി അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചെമ്മീനിലിരുന്ന് പിടിച്ച് ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് ഒരു 2-3 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചെമ്മീൻ പെട്ടെന്ന് വേകും. ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ ഹാർഡായി പോവും, കട്ടിയായി പോവും. അപ്പം അധികം നേരം വെക്കേണ്ട,
കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെമ്മീനെല്ലാം നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. എല്ലാം ഗ്രേവി എല്ലാം നന്നായിട്ട് ചെമ്മീനിൽ പിടിച്ചിട്ടുമുണ്ട്. ഇനി ഇത് നമുക്കൊരു 1-2 മിനിറ്റ് കൂടെ തുറന്നു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും അതിനകത്തുള്ള കൂടുതലായിട്ടുള്ള വെള്ളം വറ്റിക്കോളും. ചെമ്മീൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ അധികം ഗ്രേവി ഉണ്ടാവില്ലല്ലോ, അപ്പോൾ കുറച്ചുള്ള വെള്ളം നമുക്ക് തുറന്നു വെച്ച് വറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതേ പാകത്തിന് ഒരു 2 മിനിറ്റ് തുറന്നു വെച്ച് വേവിച്ചപ്പോഴേക്കും ചെമ്മീൻ നല്ല വരട്ടി എടുത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. ഒത്തിരി വെള്ളമായി പോകരുത്. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കല്പം കറിവേപ്പില കൂടെ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക. ചെമ്മീൻ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.